നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ദിലീപിന്റെ ബന്ധുക്കാര് കിരണുമായിട്ട് സംസാരിക്കുകയാണ്. ആ സമയത്ത് ദിലീപിന്റെ ബന്ധുക്കാരിൽ ഒരാൾ പറഞ്ഞു, അതെ കിരണ്, നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല, ഇതൊരു കൊലപാതകമെന്ന്. അതിന് പുറത്തുനിന്ന് ആരും വന്നിട്ടില്ലല്ലോ, പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ട് വേണ്ടേ? അത് പിന്നെ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർക്ക് ഒരു സംശയമുണ്ട്, തലയോടോ മറ്റോ എന്തോ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണോന്ന്. അങ്ങനെ ആരെങ്കിലും വന്നെങ്കിലല്ലേ കിരണെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ എങ്ങനെയാന്ന് ചോദിച്ചു. ആ സമയം കിരൺ പറഞ്ഞു, അത് ശരിയാ, പക്ഷെ എന്തോ. അപ്പോഴേക്കും ബന്ധുക്കാർ പറഞ്ഞു, അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പം തോന്നുന്നായിരിക്കും എന്ന് പറയണം. അപ്പോഴേക്കും കല്യാണി അങ്ങോട്ടേക്ക് വന്നു. കല്യാണി വന്നിട്ട് പറഞ്ഞു, ദിലീപേന്റെ അമ്മ ഭയങ്കര തകർന്നിരിക്കുക, ഭയങ്കര കരച്ചിലാന്ന് പറയണം. അപ്പോഴേക്കും ബന്ധുക്കാർ പറഞ്ഞു, അത് പിന്നെ ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോ കരയുമല്ലേ ചെയ്യുന്നേ, പകരം സന്തോഷിക്കുകയാണോ ചെയ്യുന്നേ? അവർക്ക് പോയത് വാസുവേട്ടനല്ലേ, അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു. പിന്നീട് കിരൺ കല്യാണി പറഞ്ഞു, കല്യാണി, ഡോക്ടർ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് ഇവരാരും വിശ്വസിക്കുന്നില്ല, ഇതൊരു കൊലപാതകമാണോ സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും അതിലൊരാൾ പറഞ്ഞു, അതെങ്ങനെ ഞങ്ങൾ വിശ്വസിക്കാനാ, ഞങ്ങൾ അന്ന് രാത്രി വരെ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടേക്ക് ആരും വന്നിട്ടില്ല. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അവൻ അതിവിദഗ്ധനാണ്, ഈ പറയുന്ന കൊലയാളി എന്ന് പറയുന്ന നടക്കുന്ന ഗംഗാപ്രസാദ്. പിന്നെ അവന്റെ കൂട്ടാളികളുണ്ട്, സ്റ്റെഫി ഒക്കെ. ഇതിനു മുമ്പ് ഞങ്ങളുടെ വീട്ടില് അവളും അവനും കൂടെ വന്ന് കയറിയിട്ട് ഞങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ ഉറപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറയണേ, ചിലപ്പോൾ ഏതെങ്കിലും വേഷമായിട്ട് വന്നിട്ടുണ്ടായിരിക്കുമെന്ന്. ഇനിയിപ്പോൾ കസര കൊണ്ടുവന്ന് വെക്കാനോ അല്ലെങ്കിൽ ആഹാരം കൊണ്ട് തരാനോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവന്മാർ ഇവിടെ കടന്നു കൂടിയിട്ടുണ്ടോന്ന് അറിയത്തില്ലല്ലോ. അത് കേട്ടതും അവര് പറഞ്ഞു, ചിലപ്പം അങ്ങനെ വന്നിട്ടുണ്ടോന്ന് അറിയില്ല, എന്നാലും തിരിച്ചറിയേണ്ടതല്ലേന്ന് ചോദിച്ചു. ഈ സമയത്താണ് കല്യാണി ആ കാഴ്ച കാണുന്നത്. CCTV എവിടെ ഇരിക്കുന്നത്? കിരണേട്ടാ, ഇത് CCTV അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബന്ധുക്കാർ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ ദൃശ്യങ്ങളൊക്കെ നോക്കിയതാ, സംശയിക്കത്തക്കതായ ആരെ ഞങ്ങൾ അതിനകത്ത് കണ്ടില്ല, അങ്ങനെ ഒരു തന്നെ ഇവിടേക്ക് വന്ന് കയറി ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അതിനെന്താ, നിങ്ങൾ പോയി നോക്കിക്കോളാൻ പറയണം. അങ്ങനെ കിരണും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് കല്യാണി പറഞ്ഞു, ഡോക്ടർ പറഞ്ഞ കാര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കിരണേട്ടാ, ഇവരൊക്കെ വിശ്വസിക്കുന്ന ഇതൊരു സ്വാഭാവിക മരണമാന്നാ. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നേ ഇതാ ഗംഗാപ്രസാദ് തന്നെ ഒപ്പിച്ച പരിപാടിയായിരിക്കുന്ന, അവനിങ്ങനെ ചെയ്യും, ഇതല്ല ഇതിലപ്പുറം ചെയ്യും. കിരൺ പറഞ്ഞു, അത് ശരിയാ, അവനായിരിക്കും ഇതിന്റെ പിന്നില്, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. തലയണ അമർത്തി വെച്ച് കൊന്നാന്നല്ലേ പറയണേ, അങ്ങനെയാണെങ്കിൽ ഫോറൻസിക്കാർ വരുവാണെങ്കിൽ കൃത്യമായിട്ട് അറിയാലോ, ആ തലയണയിലുള്ള വിരലടയാളങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവനാണോ ഇല്ലയെന്നൊക്കെ അറിയാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയാ, നീ വാ കല്യാണി, നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് അവർ CCTV ദൃശ്യങ്ങൾ നോക്കാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് കിരണും കല്യാണി CCTV ദൃശ്യങ്ങൾ നോക്കുവാണ്. ആ സമയത്ത് ബന്ധുക്കാരും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് കുറെ ആൾക്കാരൊക്കെ വരുന്നു. പിന്നീടാണ് ഇലയുമായിട്ട് ഗംഗാപ്രസാദ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ മുഖം ഇങ്ങനെ ഒരു സൈഡ് വെച്ച് ഇങ്ങനെ മറച്ചേക്കുവാണ് ഇല വെച്ച്. അപ്പൊ ഇല ഇങ്ങനെ കുന്നുകൂടി കയ്യിലിരിക്കുന്നതുകൊണ്ട് മുഖം ശരിക്കും കാണാൻ പറ്റുന്നില്ല. പിന്നീട് ഒന്ന് സൂം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ചോദിച്ചു, അല്ല ഇതാരാ എന്ന് ചോദിച്ചു. അത് ഇലയായിട്ട് വന്ന ആളാന്ന് പറയണ, നിനക്ക് പരിചയമുണ്ടോ? പരിചയമൊന്നും ഇല്ലാന്ന് പറയണ. ചില സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ കിരണും കല്യാണിക്കും തോന്നുവാണ്. പിന്നീട് പറഞ്ഞു, അതെ ആ പുറവശത്തെ ക്യാമറയും കൂടെ അതും കൂടെ ഒന്ന് കാണിക്കാൻ പറയണ. അങ്ങനെ അത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അയാളിങ്ങനെ ആ സൈഡിൽ കൂടെ പിടിച്ചു കയറുന്ന കണ്ടു. അപ്പൊ തന്നെ കാര്യം മനസ്സിലായി. ഈ സമയത്ത് കിരൺ പറഞ്ഞു, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവൻ തന്നെയാണ് ആള്. അല്ല ഇതാ ഗംഗാപ്രസാദ് ആണോ എന്ന് ചോദിക്കുകയാണ്. അത് ഉറപ്പിക്കാറായിട്ടില്ല, കാരണം അവൻ രൂപമാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നീട് കിരൺ പറഞ്ഞു, എന്റെ കാറിനകത്ത് ലാപ്ടോപ്പ് ഉണ്ട്, ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കിരണും കല്യാണിയും കൂടെ കാറിനകത്തേക്ക് പോയി ലാപ്ടോപ്പ് എടുത്തു. അതിനകത്ത് അവന്റെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വെച്ച് നോക്കുവാണ്. അതുമായിട്ട് പിന്നീട് അകത്തേക്ക് കയറി വന്നു. അതിനുശേഷം ഗംഗാപ്രസാദിന്റെ ഇപ്പോഴത്തെ ആ ഇലയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയൊക്കെ നോക്കി. അപ്പോഴത്തേനെ അവർക്ക് കാര്യം മനസ്സിലായി, ഇത് ഗംഗാപ്രസാദ് തന്നെയാ. പിന്നീട് പറഞ്ഞു, കണ്ടില്ലേ ഇത് അവൻ തന്നെയാന്ന് പറയണേ, എത്രയും പെട്ടെന്ന് ഇത് പോലീസിനെ അറിയിക്കണം, അത് മാത്രമല്ല ദിലീപിനെ അറിയിക്കണമെന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ബന്ധുക്കാരിൽ ഒരാൾ പറഞ്ഞു, അല്ല ഇതെന്തിനാ ഇയാൾ ഇങ്ങനെ ചെയ്യുന്നേ? ശരിക്കും കാർത്തികേനെയൊക്കെ അല്ലേ അവൻ ടാർജറ്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇനിയിപ്പോ ദിലീപിനെ കൊല്ലാനായിട്ട് ശ്രമിക്കേണ്ടതിന് പകരം വാസുവേണ്ണ എന്തിനാ തീർത്തേ, അതിന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അവന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ കല്യാണം മുടക്കാന്നുള്ളതാണ്. അപ്പം ദിലീപിനെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ദിലീപ് ഫ്രണ്ട്സും കൂടെ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ അവന് കല്യാണം മുടക്കാനായിട്ട് ആരെങ്കിലും വേണം. ആ സമയം ദിലീപിന്റെ അച്ഛൻ ഒറ്റയ്ക്കല്ലേ കിടന്നത്. അപ്പൊ ദിലീപിന്റെ അച്ഛനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി കല്യാണം മുടക്കുകാരെന്ന് അവന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ദിലീപിന്റെ അച്ഛനെ അടുത്തേക്ക് പോയി തലവണ വെച്ച് ശ്വാസം മുടിച്ച് കൊല്ലുകയോ മറ്റോ ചെയ്തു. ഇനിയിപ്പം ഇവൻ ഇറങ്ങിപ്പോയ കൃത്യം നിർവഹിച്ചിട്ട് ഇറങ്ങിപ്പോയ സമയം കൂടെ നോക്കുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും 3 മണി സമയത്താ പോയിരിക്കുന്നത്.
ആ സമയത്ത് ബന്ധുക്കാർ പറഞ്ഞു, അതെ, ദിലീപ് വന്നു കഴിഞ്ഞപ്പോൾ 2 മണിയോട് അടുത്തു. 2 മണി കഴിഞ്ഞിട്ടാണ് വാസുവേട്ടനും ഞങ്ങളൊക്കെ പിരിഞ്ഞ് വാസുവേട്ടൻ കിടക്കാൻ പോയത് 2 മണിക്കാണ്. അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് കിരൺ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 2 മണിക്ക് ശേഷം മുറിയിൽ പോയി കിടന്ന് നല്ല ഉറക്കം വന്നതിന് ശേഷമാണ് അവൻ ആ കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. അതിനുശേഷം അവൻ പുറത്തേക്ക് പോയിരിക്കുന്നത്. കല്യാണി, നമുക്ക് വാ, ഇത് നമുക്ക് ദിലീപിനോട് പറയണം, പിന്നെ പോരാത്തിന് പോലീസ് കംപ്ലൈന്റ് കൊടുക്കണം എന്നും പറഞ്ഞിട്ട് അവരും കൂടെ എഴുന്നേറ്റ് പോയി. ആ സമയത്ത് ബന്ധുക്കാർ തമ്മിൽ ചർച്ച ചെയ്യുവാണ്. അപ്പോഴേ രേണു വെച്ച് പറഞ്ഞതാ, ഈ ബന്ധം വേണ്ടാന്ന് ദിലീപിനോട്, നമുക്ക് ചേരുന്ന ബന്ധമല്ലെന്ന്. കണ്ടില്ലേ, ഇപ്പൊ അവൻ വന്നിട്ട് വാസു എന്നെ കൊന്നു കളഞ്ഞില്ലേ, ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്, ഒരു ജീവനൊക്കെ പോയില്ലേന്ന് അവരിങ്ങനെ പറയുവാണ്. പിന്നീട് ദിലീപിനെ കാണാനായിട്ട് കിരണും കല്യാണിയും വന്നു. അതിനുശേഷം ദിലീപിനോട് കാര്യങ്ങൾ പറയണം. ഗംഗാപ്രസാദാണ് ഇതിന്റെ പിന്നില്, അവനാണ് ദിലീപിന്റെ അച്ഛനെ കൊന്നേന്ന് പറയണം. അത് കേട്ടപ്പോൾ ദിലീപ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നീട് ദിലീപ് പറഞ്ഞു, അല്ല അതെങ്ങനെ കിരണേന്ന് ചോദിക്കണം. അവനവിടെ കയറി പറ്റി, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവൻ പല വേഷത്തിൽ വരുമെന്ന്. ശരിക്കും പറഞ്ഞാൽ അതെ, കാർത്തികയുടെ ചുറ്റും ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും സംശയിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, എല്ലാവർക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നല്ലേന്ന് ചോദിച്ചു. ദിലീപ് പറഞ്ഞു, ഇങ്ങനെ അവനൊരിക്കലും കയറി വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്നാലും അവൻ എൻ്റെ അച്ഛനെ കൊല്ലണ്ടായിരുന്നു, പകരം എന്നെ കൊന്നാൽ മതിയായിരുന്നു. പാവം, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛൻ, നിരപരാധിയായ അച്ഛൻ, എനിക്ക് വേണ്ടിയിട്ടാണല്ലോ. അതൊക്കെ ഓർത്ത് ദിലീപ് അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. ദിലീപിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് കല്യാണിക്കോ കിരണോ അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് കിരൺ പറഞ്ഞു, അവനെ വെറുതെ വിടാൻ പോകുന്നില്ല, എത്രയും പെട്ടെന്ന് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം. ആ സമയത്ത് ദിലീപ് പറഞ്ഞു, ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കല്യാണം നടന്ന് കാർത്തികയുടെ കൈ പിടിച്ച് കയറി ചെല്ലേണ്ട വീട്ടിലേക്കാണ് ഞാനും എൻ്റെ അച്ഛൻ്റെ ബോഡിയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഇതെങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, സഹിച്ചല്ലേ മതിയാവുള്ളൂ, അത് ശരിയാ, എൻ്റെ അമ്മയൊക്കെ കുറേ എതിർത്തായി വിവാഹത്തിന്. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ഇനിയിപ്പം ഈ വിവാഹം നടക്കുമെന്ന് തോന്നില്ല, അമ്മയ്ക്കൊക്കെ എതിർപ്പാന്ന് പറയണം. ദിലീപ് പറഞ്ഞു, ഇപ്പം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട, അമ്മ ഇപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും, അത് അമ്മയുടെ ഇപ്പോഴത്തെ വിഷമം കൊണ്ട് പറയുന്ന, അതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതും പറഞ്ഞിട്ട് ദിലീപ് കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, കണ്ടില്ലേ, ഇത്രയൊക്കെ ദുഷ്ടത ചെയ്തിട്ട് അവനെ മാന്യനായിട്ട് ഇറങ്ങി നടക്കുന്നുണ്ട്, അവനെ എവിടെയെങ്കിലും വെച്ച് എൻ്റെ കൈ കിട്ടുമെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, എങ്ങനെ ആശ്വസിപ്പിക്കും കിരണേട്ടാ, നമ്മളിനിയിപ്പോൾ അവിടേക്ക് പോകാതിരുന്നിട്ട് കാര്യമില്ലല്ലോ, അവർക്കൊക്കെ നമ്മളോട് ദേഷ്യമുണ്ട് എന്നും പറഞ്ഞിട്ട് കല്യാണി പറഞ്ഞ പോലെ പോകാതിരിക്കാൻ പറ്റില്ല, അവിടെ ചെല്ലണം, കാര്യങ്ങളൊക്കെ നോക്കി നടത്തണ്ടേ, അവരവരുടെ ദേഷ്യം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാലും നമ്മളതൊക്കെ കേൾക്കാതിരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, കാർത്തികയുടെ കാര്യമൊന്നും ഓർത്തു നോക്കിയേ, അതൊക്കെ ഓർക്കുമ്പോൾ രണ്ടുപേർക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോൾ ദിലീപ് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വരണ സമയത്ത് ദിലീപിന്റെ അമ്മയെ കുറെ ചേച്ചിമാരും ബന്ധുക്കാരും ഒക്കെ അവിടെ മുറിയിലുണ്ടായിരുന്നു. ദിലീപിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ദിലീപിന്റെ അമ്മയും അങ്ങോട്ട് ചെന്നു കോളറിന് കുത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, എടാ അച്ഛനെ കൊണ്ടുവന്നോടാന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു കഴിയുമ്പത്തേനും പറഞ്ഞു, ഇപ്പൊ നിനക്ക് സമാധാനമല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേടാ വേണ്ടാന്ന്, ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞല്ലേ, നീ അനുസരിച്ചോ, ഞാൻ പറഞ്ഞ നീ അനുസരിക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ, എന്റെ വാസുവേട്ടന് ജീവനോടെ ഇല്ല, എനിക്കത് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് കരയുവാണ് രേണു. ആ കരച്ചിൽ കണ്ടപ്പോൾ ദിലീപിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് രേണു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ബന്ധുക്കാരിയായിട്ടൊരു ചേച്ചി പറഞ്ഞു, എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല മോനെ, നിന്നോട് അന്നേ നിന്റെ അമ്മയൊക്കെ പറഞ്ഞല്ലേന്ന് ചോദിച്ചു. എല്ലാവരും കൂടെ ദിലീപിനെ കുറ്റപ്പെടുത്തി. ദിലീപ് ആകെപ്പാടെ വിഷമിച്ചു പോയി. ആ സമയത്ത് ചന്ദ്രസേനും രൂപയും കൂടെ പിന്നീട് സംസാരിക്കുകയാണ്. ചന്ദ്രസേൻ രൂപയോട് പറഞ്ഞു, കിരണും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് പോകേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രൂപ പറഞ്ഞു, അതെന്താ, അല്ല അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊരിക്കലും കിരണയും കല്യാണിയും ഉൾക്കൊള്ളാൻ പറ്റില്ല, കാരണം ഇവരെന്തോ വലിയ തെറ്റ് എന്നുള്ള മട്ടിലായിരിക്കും പെരുമാറുന്നത്. രൂപ പറഞ്ഞു, എന്നും പറഞ്ഞിട്ട് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, അവർ പറയുന്ന എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരാണ്, അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അങ്ങനെയാണ്. അപ്പോഴേക്കും ചന്ദ്രസേനൻ പറഞ്ഞു, കല്യാണം മുടങ്ങുമോ രൂപേ, അറിയില്ല, ചിലപ്പോൾ ദിലീപിന്റെ അമ്മ ഒരു തീരുമാനം എടുത്താൽ ദിലീപിന് അത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം അങ്ങനെ ഒരു സാഹചര്യത്തോടെ അല്ല ഇപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കണേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രസേനും പറഞ്ഞു, ശരിയാ, ഇനിയിപ്പോൾ എന്താവുമെന്ന് അറിയത്തില്ല, ദിലീപാണ് ഇവിടെ തീരുമാനം എടുക്കേണ്ട ആള്, എന്നാലും കിരണും കല്യാണിയൊക്കെ ചെന്നിട്ട് അല്ല ഇപ്പം അടക്കം കഴിഞ്ഞ് കാണുമോ, ചിലപ്പോൾ അടക്കം കഴിഞ്ഞ് കാണുമായിരിക്കും, അടക്കം മാത്രമല്ല ദിലീപിന്റെ അമ്മയുടെ അലറിക്കരച്ചിലും ഒക്കെ ആയിരിക്കും ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കണേ എന്നൊക്കെ അവരിങ്ങനെ അടക്കം പറയാണ്. കാരണം അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്യാൻ പറ്റും, സംഭവിക്കാനുള്ള ദുരിതമൊക്കെ നടന്നു പോയില്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ദിലീപിന്റെ കൂട്ടുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു സന്തോഷമായിരുന്നില്ലേ ഇന്നലെ ഈ സമയത്തൊക്കെ, അത് ശരിയാ, ഇത്ര പെട്ടെന്ന് ഈ സന്തോഷമൊക്കെ തല്ലിക്കെടുത്തും അയാളെന്നുള്ള കാര്യം നമ്മൾ ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചോന്ന് ചോദിച്ചു.
അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ദിലീപ് അങ്ങോട്ട് വരുവാണ്. കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ വരുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ അടക്കവും കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ദിലീപ് വന്നു കഴിഞ്ഞിട്ട് ദിലീപ് പറഞ്ഞു, ഞാൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ വന്ന് എന്നോട് പറയുന്നതായിട്ട് തോന്നി, നീ അവളുടെ കഴുത്തിൽ താലി ആർത്തണമെന്ന്. എന്തൊക്കെയാടാ നീ പറയണേ? അതെ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, എൻ്റെ അമ്മ എതിർത്തെന്ന് പറഞ്ഞാലും ഞാൻ കൈവിടാൻ പോകുന്നില്ല കാർത്തിയെ. ഞാൻ കാർത്തികയുടെ കഴുത്തിൽ താലി ആർത്തും. അങ്ങനെ എനിക്ക് അവനോട് പ്രതികാരം ചെയ്യണം, ആ ഗംഗാപ്രസാദിനോട്. ഇവിടെ വന്നിട്ട് കിരണിനെ കല്യാണിയെ എല്ലാവരും പ്രതികളായിട്ടാണ് കണ്ടത്. അവരോട് അങ്ങനെ ഒരു മനോഭാവമായിരുന്നു. പക്ഷെ ഞാൻ കിരണിനോട് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ വന്നാലും ഞാൻ കാർത്തികയുടെ കഴുത്തിൽ താലി ആർത്തുന്ന. ഇനിയിപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്താണ്. ആ വാക്ക് എനിക്ക് നിറവേറ്റിയാൽ മതിയാവുള്ളൂ. എടാ, അതിന് നിന്റെ അമ്മയൊക്കെ സമ്മതിക്കുമെന്ന് കൂട്ടുകാരൻ ചോദിച്ചു. അമ്മ സമ്മതിച്ചാലും ഇല്ലേലും ശരി, ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തു എന്ന് പറഞ്ഞാൽ താലി ആർത്തും. അളിയാ, ഇനിയിപ്പം 10-16 ദിവസം കഴിയണ്ടേ ഇതൊക്കെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ? അസ്ഥിയൊക്കെ ഒഴുക്കിയിട്ട് വേണ്ടേ? അതവനറിയാം. ആ ഗംഗാപ്രസാദിന് അത് അവനൊരു സാവകാശം കിട്ടുന്ന പോലെ ആയിരിക്കും. അതിനുള്ളിൽ തന്നെ എന്തെങ്കിലും ചെയ്യാനായിരിക്കും അവൻ പുറപ്പെടുന്നത്. കാരണം കാർത്തിയെ, അതുപോലെ തന്നെ കാർത്തിയുടെ അമ്മയും കൂടെ എന്തെങ്കിലും ചെയ്യണം ഈ സമയത്തിനുള്ളിൽ. പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തു എന്ന് പറഞ്ഞാൽ താലി ആർത്തും. അതെ, അത് വേണോടാ, റിസ്ക് അല്ലേന്ന് ചോദിച്ചു. നിങ്ങൾ എന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തല്ലേ. എന്നോടൊപ്പം നിൽക്കേണ്ട സമയത്ത് ഞാനൊരു പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു. അച്ഛൻ്റെ കർമ്മം ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയതാ. അതുകൊണ്ട് ഇനി അതൊരു മാറ്റമില്ല എന്നും പറഞ്ഞ് ദിലീപ് പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.